ആ ഹലോ ഫ്രണ്ട്സ്, SS വ്ളോഗ്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കോങ്ങാട് തന്നെ നമ്മുടെ കോട്ടയിൽ ഭഗവതി ക്ഷേത്രം എന്ന് വന്നിട്ട് ക്ഷേത്രത്തിലേക്ക് കേട്ടോ. എന്താ വെച്ചാൽ അമ്പലത്തിലേക്ക് തൊഴാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ തിരുവിൽപ്പാറയ്ക്കാണ് വന്നത്. തിരുവിൽപ്പാറ ശ്രീരാമ ക്ഷേത്രത്തിലിപ്പോൾ കർക്കിടക മാസത്തിൻ്റെ ബന്ധപ്പെട്ടിട്ട് അവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് വന്നത്. അപ്പോൾ അന്നദാനം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പരിചയമുള്ള ഒരാളെ അന്വേഷിച്ച് ഇങ്ങനെ പോയി, കാണാൻ പറ്റിയില്ല. അതിനുശേഷം ഇങ്ങനെ വന്നപ്പോൾ ഈ അമ്പലം കണ്ടു. അപ്പോൾ അമ്പലത്തിലേക്കുള്ള വഴി കണ്ടു, ചാത്തൻകുളം എന്ന് പറഞ്ഞിട്ട് കണ്ടു. അപ്പോൾ ഇങ്ങനെ വന്നതാണ്. കാരണം നമ്മളെ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം പാലക്കാട് ചാത്തൻകുളം അവന്യൂവിലാണ് താമസിക്കുന്നത്, കോട്ടയക്കാട്. അപ്പോൾ ഇവിടെ ചാത്തൻകുളം എന്ന് കണ്ടപ്പോൾ ഒരു കൗതുകം. അപ്പോൾ ഇങ്ങനെ വന്നതാണ്. ഇവിടെ ഉള്ളപ്പോൾ ഞാൻ ഈ ചാത്തൻകുളം ഭാഗത്തേക്കൊന്നും ഞാൻ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വന്നതാണ്. ഓക്കെ, ഇത് കോട്ടയിൽ ഭഗവതി ക്ഷേത്രം. അത് മുമ്പിലുള്ള കുളം നല്ലൊരു വലിയൊരു കുളമാണ്, കാണുന്നുണ്ടല്ലോ അല്ലേ. അത്യാവശ്യം പായൽ ചെറിയ രീതിയിൽ പായലൊക്കെ പിടിച്ചിട്ടുണ്ടെന്നാലും കുഴപ്പമില്ല, നല്ല കുളം, നല്ല സ്ഥലമാണ്, നല്ല സൈലൻ്റായ പ്ലേസാണ്, നിശബ്ദമായ സ്ഥലമാണ്. അതിൻ്റെ നടുവിൽ എന്തോ ഒരു കിണർ പോലെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. വെള്ളം അവിടെ നിന്ന് വരാനുള്ള ഒരു പൈപ്പാണ്, കണ്ടില്ലേ, വലിയൊരു പൈപ്പ്. അവിടെ നിന്ന് വെള്ളം അവിടെ നിന്ന് ഒലിച്ച് വരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ മഴ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. എന്തായാലും അമ്പലം തുറന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ തൊഴാൻ വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ കോട്ടയിൽ ഭഗവതി ക്ഷേത്രം. എനിക്ക് തോന്നുന്നത് കോട്ടപ്പടി എന്നുള്ള സ്ഥലത്തിൻ്റെ പേര് വരാൻ കാരണം ഈ ഒരു അമ്പലം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു. അതാണ് കോട്ടപ്പടി, കോട്ടക്കുന്ന് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.